ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയുടെ കുർബാന ക്രമത്തിൻ്റെ പൊതുനിർദ്ദേശങ്ങൾ, അതിൽ 23 നിർദ്ദേശങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. 24ാമത്തെ നിർദ്ദേശമാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മുടെ കുർബാനയിൽ 3 കൂദാശക്രമങ്ങളാണ് അഥവാ അനാഫ്രയാണ് ഉള്ളത്. ഒന്നാമത്തെ കൂദാശക്രമം മാർ അദ്ദായിയുടെയും മാർ മാറിയുടെയും കൂദാശക്രമമാണ് നമ്മൾ സാധാരണ എല്ലാ ദിവസവും ചൊല്ലുന്നത്. ഓശാന ഞായർ കഴിഞ്ഞുള്ള തിങ്കൾ മുതൽ പള്ളിക്കൂദാശ കാലം അവസാനം വരെ അത് ഉപയോഗിക്കുന്നു. ഓശാന ഞായർ തുടങ്ങി പള്ളിക്കൂദാശക്കാലം അവസാനം വരെ. അപ്പോൾ ഏറ്റവും ദീർഘമായ കാലയളവിൽ ഉപയോഗിക്കുന്നത് ഈ അദ്ദായി മാറി സ്ലീഹന്മാരുടെ പേരിലുള്ള കുർബാനക്രമമാണ്. കത്തോലിക്ക സഭയിൽ ഇത്രയും പ്രാചീനമായ പൗരാണികമായ മറ്റൊരു കൂദാശക്രമം ഇല്ല. 1-ാം നൂറ്റാണ്ടോളം അല്ലെങ്കിൽ 2-ാം നൂറ്റാണ്ടോളം പഴക്കം എന്നാണ് സാധാരണ പറയുക. 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ രൂപപ്പെട്ടതാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, യേശുവിൻ്റെ 12 അപ്പസ്തോലന്മാർ, അവരിൽ ഒരാളാണ് തോമാസ് ലീഗ. ഓരോ അപ്പസ്തോലിൻ്റെ കീഴിലും 6 സ്ലീഹന്മാർ വേറെ, ശിഷ്യന്മാർ വേറെ. അങ്ങനെ 6 72, 12 ശിഷ്യന്മാർ 6 പേര് വീതം 70 72, ചിലപ്പോൾ 70 എന്നും പറയാറുണ്ട്. ആ 72 പേര് തോമാസിലെ ശിഷ്യന്മാരിൽ, തോമാസിയുടെ കീഴിലുള്ള 6 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു അദ്ദായി, തദ്ദേ എന്നൊക്കെ പറയും. ആ അദ്ദായിയുടെ ശിഷ്യനായിരുന്നു അഗ്ഗായി. ആ അഗ്ഗായിയുടെ ശിഷ്യനായിരുന്നു മാറി. അപ്പോൾ കർത്താവ് ഈശോ മിശിഹ തോമാസ് ലീഗ ഏൽപ്പിച്ചു, തോമാസ് ലീഗ അദ്ദായി ഏൽപ്പിച്ചു, അദ്ദായി അഗ്ഗായിയും മാറി അത് ഡെവലപ്പ് ചെയ്തു. ഇങ്ങനെ 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലോ അല്ലെങ്കിൽ 2-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലോ തയ്യാറാക്കപ്പെട്ട കത്തോലിക്ക സഭയുടെ ഏറ്റവും പ്രാചീനമായ ആരാധനക്രമം അല്ലെങ്കിൽ കൂദാശക്രമമാണ്, അല്ല അനാഫ്രയാണ് ഈ കൽദായ കൂദാശക്രമം അല്ലെങ്കിൽ അനാഫ്ര എന്ന് പറയുന്ന അദ്ദായി മാറി ശിഷ്യന്മാരുടേത്. അതിനെ കൽദായ കൂദാശക്രമം, കൽദായ അനാഫ്ര എന്നാണ് പറയുക. മലങ്കര സഭയിൽ ഉപയോഗിക്കുന്നത് അന്ത്യോക്യൻ സഭയുടെ, അത് യാക്കോബിൻ്റെ അനാഫ്രയാണ്. അത് 5-ാം നൂറ്റാണ്ടിലോ 6-ാം നൂറ്റാണ്ടിലോ ഒക്കെയാണ്. ഇത് 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമോ അല്ലെങ്കിൽ 2-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലോ ഉള്ള കൂദാശക്രമം അല്ലെങ്കിൽ അനാഫ്രയാണ് കൽദായ ആരാധനക്രമം അല്ലെങ്കിൽ കൽദായ കൂദാശക്രമം അനാഫ്ര എന്ന് പറയുന്ന അദ്ദായി മാറി സ്ലീഹന്മാരുടെ പേരിലുള്ളത്. 2ാമത്തെ കൂദാശക്രമം മാർ തയദോറിൻ്റെ കൂദാശക്രമമാണ്. മംഗളവാർത്തക്കാലം 1-ാം ഞായർ മുതൽ ഓശാന ഞായർ ഉൾപ്പെടെയുള്ള ദിവസങ്ങളിലും ഉപയോഗിക്കുന്നതാണ് ഈ 2ാമത്തെ കൂദാശക്രമം മാർ തയദോറിൻ്റെ. 3ാമത്തെ കൂദാശക്രമം മാർ നെസ്റ്റോറിസിൻ്റെ കൂദാശക്രമം. ദനഹ, വിശുദ്ധ യോഹന്ന മാംദാനയുടെ വെള്ളി, ഗ്രീക്ക് മൽപ്പാന്മാരുടെ ഓർമ്മ, 3 നോമ്പിലെ ബുധൻ, പെസഹ വ്യാഴം എന്നീ 5 ദിവസങ്ങളിൽ ഈ നെസ്റ്റോറിസിൻ്റെ കൂദാശക്രമമാണ് ഉപയോഗിക്കുക. നെസ്റ്റോറിയൻ പാഷാണ്ഡം എന്ന് പറയുന്നത് മറ്റൊന്നാണ്. നെസ്റ്റോറിയസ് എന്ന് പറഞ്ഞ ഒരു മെത്രാൻ, അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു പാഷാണ്ഡതയാണ് നെസ്റ്റോറിയനിസം. അത് വേറെ. നെസ്റ്റോറിയസിൻ്റെ കൂദാശക്രമം എന്ന് പറയുന്നത് പാഷാണ്ഡതയല്ല. അത് പാഷാണ്ഡതയല്ല. പാഷാണ്ഡതയാണെങ്കിൽ റോമിൽ അത് അംഗീകരിച്ച് തരികയില്ലല്ലോ. നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടി റോമിൽ നിന്ന് അംഗീകരിച്ച് തന്നതാണല്ലോ. അപ്പോൾ നെസ്റ്റോറിയസിൻ്റെ ക്രമം എന്ന് പറയുന്നത്, നെസ്റ്റോറിയൻ പാഷാണ്ഡം എന്ന് പറയുന്നത് മറ്റൊന്ന്, നെസ്റ്റോറിയസ് എന്ന് പറഞ്ഞ മെത്രാൻ അതൊന്ന്, പിന്നെ നെസ്റ്റോറിയസിൻ്റെ കൂദാശക്രമം എന്ന് പറയുന്നത് മറ്റൊന്ന്. നെസ്റ്റോറിയസിൻ്റെ പേരിലാണ് എന്ന് വിചാരിച്ചിട്ട് ഇതെല്ലാം ആ പേര് കേൾക്കുമ്പോൾ തന്നെ പാഷാണ്ഡതയാണ് എന്നൊന്നും പറയരുത്. അത് 5 ദിവസങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. ഈ നെസ്റ്റോറിയസിൻ്റെ കൂദാശക്രമത്തെക്കുറിച്ചും ഈ അനാഫ്രയെക്കുറിച്ചും ചെറുതായിട്ടൊക്കെ നമ്മൾ മുമ്പ് ഇങ്ങനെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവരത് പരിശോധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ നിർദ്ദിഷ്ട ദിവസങ്ങളിൽ മാത്രമല്ല മറ്റ് ദിവസങ്ങളിലും ഈ 3 കൂദാശക്രമങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. ഈ ഉപയോഗിക്കേണ്ട ദിവസങ്ങളൊക്കെ നിർദ്ദേശിച്ചിട്ടുണ്ട്. യുക്തമെന്ന് തോന്നുന്നെങ്കിൽ വേറെ ദിവസങ്ങളിലും അത് ഉപയോഗിക്കാനായിട്ട് വിരോധമില്ല. 25 1-ാം പ്രണാമജപം. പ്രണാമജപം ഒരൽപ്പം കുനിഞ്ഞ്, അച്ഛൻ ഒരൽപ്പം കുനിഞ്ഞ് ചൊല്ലുന്നത് ഗിഗാന്ത പ്രാർത്ഥന എന്ന് പറയും. ഒരൽപ്പം കുനിഞ്ഞെന്ന് ചൊല്ലുന്ന പ്രാർത്ഥനയ്ക്കാണ് പ്രണാമജപം എന്ന് പറയുന്നത്. പ്രണമിക്കുക എന്ന് നടത്താറില്ല, പ്രണമിക്കുക, പ്രണാമജപം. കാർവൻ കുനിഞ്ഞു നിന്ന് കരങ്ങൾ കൂപ്പിപ്പിടിച്ച് ചൊല്ലുന്നു. ഒരൽപ്പം കുനിഞ്ഞു നിന്ന് ഗിഗാന്ത, ഒരൽപ്പം കുനിഞ്ഞു നിന്ന് കാർമികൻ കൈകൾ കൂപ്പിപ്പിടിച്ച് ചൊല്ലുന്നു. 1-ാം പ്രണാമജപം. മറ്റ് ഗിഗാന്തകൾ കുനിഞ്ഞു നിന്ന് കരങ്ങൾ കൂപ്പിപ്പിടിച്ചുകൊണ്ടോ 2 കരങ്ങളിലും മുകളിലേക്ക് തുറന്നു പിടിച്ചുകൊണ്ടോ ചൊല്ലാവുന്നതാണ്. 1-ാം പ്രണാമജപം കാർമികൻ കുനിഞ്ഞു നിന്ന് കരങ്ങൾ കൂപ്പിപ്പിടിച്ച് ചൊല്ലുന്നു. മറ്റ് ഗിഗാന്തകൾ പ്രണാമജപങ്ങൾ കുനിഞ്ഞു നിന്ന് കരങ്ങൾ കൂപ്പിപ്പിടിച്ചുകൊണ്ടോ 2 കരങ്ങളും മുകളിലേക്ക് തുറന്നു പിടിച്ചുകൊണ്ടോ ചൊല്ലാവുന്നതാണ്. 26 ദിവ്യകാരണ സ്വീകരണത്തിന് മുമ്പുള്ള സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കാർമികനും സമൂഹത്തിനും കൈകൾ ഉയർത്തി ചൊല്ലാവുന്നതാണ്. ദിവ്യകാരണ സ്വീകരണത്തിന് മുമ്പുള്ള സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ചൊല്ലാവുന്നതാണ്. പണ്ട് ചൊല്ലിയിരുന്നില്ല. പണ്ട് കാർമികൻ മാത്രമാണ് കൈകൾ വിരിച്ചിരുന്നത്. ലത്തീൻ സഭയിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് എൻ്റെ അറിവ്.
ഈ കരിസ്മാറ്റിക് ധ്യാനങ്ങൾക്ക് വന്നതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നു സമൂഹം കൂടി കൈകൾ ഉയർത്തിപ്പിടിക്കാൻ തുടങ്ങിയത്. ഏതായാലും അത് ചൊല്ലാവുന്നതാണ്, ഒരു ചോയ്സ് നൽകിയിട്ടുണ്ട്. ചൊല്ലേണ്ടതാണ് എന്നല്ല, ചൊല്ലാവുന്നതാണ് എന്ന് മെത്രാന്മാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. 27, വിശ്വാസികൾക്ക് തങ്ങൾ പങ്കെടുക്കുന്ന കുർബാനയിൽ തന്നെ കൂദാശ ചെയ്യപ്പെട്ട തിരുശരീരരക്തങ്ങൾ സ്വീകരിക്കാൻ കഴിയുന്ന വിധം മതിയാകുമോളം ഓസ്തി സാധാരണമായി ഓരോ കുർബാനയിലും കൂദാശ ചെയ്യേണ്ടതാണ്. അതായത് ഒരു അത്യസാധാരണ സന്ദർഭങ്ങൾക്കുള്ള കാര്യമല്ല പറയുന്നത്. എല്ലാ ദിവസവും നമുക്ക് പള്ളിയിൽ വരുമ്പോൾ ഏകദേശം എത്ര പേര് വരും നമുക്കറിയാം. കുറച്ച് കൂടുതൽ വെക്കുകയും ചെയ്യാം. ഓരോ ദിവസവും കൂദാശ ചെയ്യപ്പെട്ട തിരുശരീരരക്തങ്ങൾ സ്വീകരിക്കാൻ കഴിയും വിധം മതിയാകുളം ഓസ്തിയും വീഞ്ഞും ഓരോ കുർബാനയിലും കൂദാശ ചെയ്യണം. ഒരു വലിയ പാത്രത്തിനകത്ത് കൂദാശ ചെയ്ത് ഒരാഴ്ചയ്ക്കുള്ളത് സക്രായിൽ എടുത്ത് വെക്കുക. അങ്ങനെ പാടില്ല. അങ്ങനെ അവിടെ ഉണ്ടെങ്കിൽ അതൊരു പ്രശ്നം കൂടി ഉണ്ടല്ലോ. 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, അവിടെ കർത്താവ് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഈ പ്രാർത്ഥന ചൊല്ലേണ്ട കാര്യമില്ലല്ലോ. അവിടെ വന്ന് നിന്ന് അതൊന്ന് സ്വീകരിച്ച് പോയാൽ പോരെയും തോന്നും ആളുകൾക്ക്. അത് ശരിയായ രീതിയല്ലല്ലോ. അപ്പോൾ അത് അങ്ങനെ കൂദാശ ചെയ്ത് വെക്കാൻ പാടില്ല ഒരുപാട്. 2, ഈ കുർബാനയുടെ കൂദാശ കർമ്മത്തിൽ പങ്കെടുക്കുമ്പോൾ അത് തന്നെയാണ് സ്വീകരിക്കും. മിച്ചുള്ളത് വൈദികൻ തന്നെ ഉൾക്കൊണ്ട് തീർക്കണമെന്നാണ് നിർദ്ദേശം. അതായത് ഒരുപാട് എടുത്തു വെക്കാൻ പാടില്ല. മിച്ചമുള്ളതൊക്കെ വൈദികൻ തീർക്കണം. രോഗികൾക്കുള്ളത് അല്ലെങ്കിൽ ഒരു ആരാധനയ്ക്ക് വേണ്ടിയുള്ളത് മാത്രമാണ് എടുത്തു വെക്കുന്നത്. കാരണം എന്താണ്? കർത്താവ് പറയുന്നത് എന്താണ്? ഇത് വാങ്ങി ഭക്ഷിക്കാനാണ്, ഇത് വാങ്ങി കുടിക്കുക, ഇത് വാങ്ങി അവിടെ എടുത്തു വെക്കുക എന്നല്ല, ഇത് വാഴ്ത്തി അവിടെ എടുത്തു വെക്കുക എന്നല്ല, വാങ്ങി ഭക്ഷിക്കുക, വാങ്ങി കുടിക്കുക. അതുകൊണ്ട് അതേസമയം മിച്ചമുള്ളത് ശേഖരിക്കാൻ കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കളയാനൊന്നും പറ്റില്ല, ഇല്ലേ? പൊടി വീടാതെ നോക്കണം. ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. എങ്കിലും ഇത് ഓരോ കുർബാനയ്ക്കും അപ്പോൾ കൂദാശ ചെയ്യുന്ന തിരുശരീരവും തിരുരക്തവും വിശ്വാസികൾക്ക് സ്വീകരിക്കാൻ പറ്റുന്ന തരത്തിൽ ആവശ്യത്തിന് കൂദാശ ചെയ്യണം. ചിലപ്പോൾ നമുക്ക് അത്യസാധാരണമായ സന്ദർഭങ്ങൾ വരും. എത്ര പേരെ കുർബാനയ്ക്ക് വരാമെന്ന് ചിലപ്പോൾ അറിയാൻ പറ്റില്ല. അപ്പം നമുക്ക് എങ്ങനെയായാലും കുറച്ച് കൂടുതൽ വേണ്ടി വരും. തീർച്ചയായിട്ടും നമുക്ക് മിച്ചം വന്നാൽ എടുത്തു വെക്കേണ്ടി വരും. ഒരുപാട് എടുത്തു വെക്കുന്ന തരത്തിൽ സംഭവിക്കാൻ പാടില്ല. ഓരോ കുർബാനയിലും കൂദാശ ചെയ്യുന്നത് തന്നെ സ്വീകരിക്കാൻ തരത്തിൽ ചെയ്യണമെന്നാണ്. അതാണ് ഏറ്റവും ആദർശപൂർണ്ണമായിട്ടുള്ളത്. സൗകര്യത്തിന് വേണ്ടി ഒരു ദിവസം കുറേ ഓസ്തി അങ്ങ് കൂദാശ ചെയ്ത് കർത്താവോട് ഇരിക്കട്ടെ എന്നൊന്നും കരുതാൻ പാടില്ല. അത് കൂദാശയുടെ ചൈതന്യത്തിന് കോട്ടം വരുത്തുമെന്നർത്ഥം. സാഹചര്യം കൊണ്ട് അസാധ്യമാകുകയോ വലിയ അസൗകര്യം ഉളവാകുകയോ ചെയ്യാത്ത പക്ഷം ദിവ്യകാരണം ഇരു സാദൃശ്യങ്ങളിലും നൽകേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ പട്ടം കിട്ടിയിട്ടുണ്ടെങ്കിൽ 34 വർഷമായി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3 അല്ലെങ്കിൽ 4-5 ദിവസം മാത്രമാണ് എനിക്ക് ഇരു സാദൃശ്യങ്ങൾ കൊടുക്കാൻ പറ്റാതെ വന്നിരിക്കുന്നത്. യൂറോപ്പിൽ കുർബാന ചെലവ് വലിയ പ്രയാസമാണ്. കാരണം ലത്തീൻ സഭയിലെ പാരമ്പര്യം അനുസരിച്ച് വലിയ ആഴ്ചയിൽ മാത്രമാണ് ഇരു സാദൃശ്യങ്ങൾ കൊടുക്കുക. അല്ലെങ്കിൽ വല്ല കല്യാണം അങ്ങനെയുള്ള അവസരം മാത്രമാണ്, അല്ലാതെ കൊടുക്കില്ല. അപ്പോൾ ഞാൻ മെയിൻ സെലിബ്രൻ്റായിട്ട് വരുമ്പോൾ ഞാൻ അപ്പോഴും ഞാൻ കൊടുക്കും. ഞാൻ കൊടുക്കുന്നത് 2 സാദൃശ്യങ്ങളും കൊടുക്കും. അത് മറ്റൊരു പ്രശ്നമാണ്. കാരണം മറ്റെല്ലാവരും കൊടുക്കുന്നത് തിരുശരീരം മാത്രമാണ്. അപ്പം ഞാൻ മാത്രമാണ് തിരുരക്തം മാത്രം കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ മാത്രം അങ്ങനെ കൊടുക്കുമ്പോൾ അതൊരു പ്രയാസമാണ്. കാരണം ആളുകൾ വിചാരിക്കും എന്താണ് ഒരാൾ മാത്രം കൊടുക്കുന്നതെന്ന്. മറ്റച്ഛന്മാർക്ക് അത് പ്രയാസം ഉണ്ടാക്കാം. അവരിഞ്ഞ് ചോദിക്കും എന്താ അച്ഛൻ മാത്രം കൊടുത്തു എന്നൊക്കെ ചോദിക്കും. എങ്കിലും ഞാൻ പരമാവധി കൊടുക്കും. ചെറിയ കമ്മ്യൂണിറ്റി ആണെങ്കിൽ ഞാൻ അച്ഛന്മാരോട് പറയും. ഞാൻ മെയിൻ സെലിബ്രൻ്റ് ആണെങ്കിൽ ഞാൻ 2 സാദൃശ്യങ്ങളെ കൊടുക്കും. അല്ലാത്തപ്പോൾ എനിക്ക് നിർബന്ധിക്കാൻ നിവൃത്തിയില്ല. ഈ യൂറോപ്പിൽ വരുന്നതിന് മുമ്പ് ആണെങ്കിൽ ഒരു ദിവസം പോലും ഒരു പള്ളിയിൽ മാത്രം വികാരിയച്ഛൻ എന്തോ അത് സമ്മതിച്ചില്ല. പുള്ളി അത് ഞാൻ കുർബാന ചൊല്ലുന്നെങ്കിലും പുള്ളി ഇരു സാദൃശ്യം കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒരു അച്ഛൻ. എന്തുകൊണ്ട് പുള്ളി അങ്ങനെ ചെയ്ത് നമുക്ക് അറിഞ്ഞുവിടാം. പുള്ളിക്ക് വല്ല പ്രയാസവും നമുക്ക് അറിഞ്ഞുവിടാം. അങ്ങനെയല്ലാതെ ഒരു പ്രാവശ്യവും ഗൾഫിൽ ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്, അല്ലേ? ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ അവർക്കറിയാം ഇരു സാദൃശ്യങ്ങളല്ലാതെ ഞാൻ കുർബാന കൊടുത്തിട്ടില്ല ഇതുവരെ. 4-5 ദിവസങ്ങളിൽ നിവൃത്തി, അതായത് എനിക്ക് പറ്റാത്ത സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. കോവിഡ് കാലത്ത് പോലും ഞാൻ ഇരു സാദൃശ്യങ്ങളെ കൊടുത്തിട്ടുള്ളൂ. അതാണ് ആദർശപൂർണ്ണം. ഇത് വാങ്ങി കുടിക്കുക എന്ന് പറഞ്ഞിട്ട് അച്ഛൻ തന്നെ കുടിക്കുന്നത് ശരിയല്ലല്ലോ. ഇത് വാങ്ങി കുടിക്കുക എന്ന് പറയണേ. അപ്പം ഇരു സാദൃശ്യങ്ങൾ ലത്തീൻ സഭയിലാണെങ്കിലും ഇരു സാദൃശ്യം കൊടുക്കണം. ഇരു സാദൃശ്യം കൊടുക്കണ്ട എന്ന് ലത്തീൻ സഭയിൽ പറഞ്ഞിട്ടില്ല. കൊടുക്കണം എന്ന് ഇല്ലേ, കൊടുക്കേണ്ടതാണ് ആദർശം. അതുകൊണ്ട് ഇത് വാങ്ങി ഭക്ഷിക്കുക, ഇത് വാങ്ങി കുടിക്കുക എന്ന് പറഞ്ഞിട്ട് കുടിക്കാനായിട്ട് ജനങ്ങൾ കൊടുക്കാതിരിക്കുന്നത് ശരിയല്ല. കൊടുക്കാനുള്ള സംവിധാനം നമുക്ക് മനസ്സുണ്ടെങ്കിൽ കൊടുക്കാൻ ഒരു പ്രയാസവും ഇല്ല. ഇപ്പം ദുബായിലൊക്കെ 15-20 പേരാണ് കുർബാന ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത്രമാത്രം ആളുകളുണ്ട്. അവർക്കും ഇരു സാദൃശ്യം കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാമല്ലോ.
മനസ്സുണ്ടെങ്കിൽ അവർക്കും ഈ കാസിം പീലാസ് ഒരുമിച്ചൊരു സംവിധാനം ഉണ്ടാക്കാൻ ഒരു പ്രയാസവുമില്ല. അപ്പം അതുകൊണ്ട് ഇരു സാദൃശ്യങ്ങളിലുമാണ് ദിവ്യകാരുണ്യം കൊടുക്കേണ്ടത്. അത് വളരെ നല്ല ഒരു നിർദ്ദേശമാണ്. അതെല്ലാ അച്ഛന്മാരും പാലിക്കേണ്ടതുമാണ്. കുർബാനയ്ക്ക് പുറമെയുള്ള ദിവ്യകാരുണ്യ സ്വീകരണത്തിനും ആരാധനയ്ക്ക് വേണ്ടി പരിശുദ്ധ കുർബാന സക്രാരിൽ സൂക്ഷിക്കുന്നു. നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. 30ാമത്തെ നിർദ്ദേശം, സഹകാർമ്മികരോ ശംശാനപ്പട്ടം സ്വീകരിച്ചവരുണ്ടെങ്കിൽ അവരിൽ ഒരാളാണ് കാസിം പീലാസിയും കഴുകി തുടയ്ക്കേണ്ടത്. കാസ തയ്യാറാക്കിയ ബേസ്കസയിൽ ഇത് ചെയ്യണം. കാസിം പീലാസിയും കുർബാനയ്ക്ക് ശേഷം കഴുകി തുടച്ചാലും മതി. സമയം അല്ലേ, ഒരുപാട് കാസിം പീലാസൊക്കെ ഉള്ളതൊക്കെ ആണെങ്കിൽ എല്ലാം കഴുകി തുടയ്ക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. അതെല്ലാം കുർബാന കഴിഞ്ഞിട്ട് ചെയ്താലും മതി. ദൈവാലയ വിരിയൊക്കെ ഉണ്ടെങ്കിൽ വളരെ സൗകര്യം കൂടുതലുണ്ടാവുകയും ചെയ്യും. വീണ്ടും ഞാൻ പറയാണ്, വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ ഒരു പുണ്യസ്ഥലത്ത്, ഒരു പുണ്യസമയത്ത് ഒരു പുണ്യകർമ്മം നടക്കുകയാണ്. അപ്പോൾ സ്വർഗത്തിലെ ആരാധനയിൽ അല്ലേ, പിതാവിൻ്റെ സിംഹാസനത്തിൽ മുമ്പിൽ കൊല്ലപ്പെട്ടെന്ന് തോന്നിക്കുന്ന കുഞ്ഞാട് എഴുന്നേറ്റ് നിന്ന് ഇല്ലേ നിത്യമായി അർപ്പിച്ച ബലി, അതിൻ്റെ പൂർവാസ്വാദനം, അത് തന്നെയാണ് അതിൻ്റെ ഒരു മുൻ ആസ്വാദനമായിരുന്നു കാൽവരിയിൽ നടന്നത്. അതിൻ്റെ ഓർമ്മ ആചരിക്കാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കാൽവരിയിലെ ഓർമ്മ മാത്രമല്ല, ഈ സ്വർഗത്തിൽ നടക്കുന്നതിൻ്റെ മുൻ ആസ്വാദനം. അങ്ങനെ ഭാവിയും ഭൂതവും വർത്തമാനത്തിൽ സന്നിഹിതമാക്കുന്ന വളരെ ഏറ്റവും പരമപരിശുദ്ധമായ നിമിഷമാണ് ഈ പറഞ്ഞ വിശുദ്ധ കുർബാന. അതിൽ പങ്കെടുക്കുന്നവരെല്ലാവർക്കും ചില കാര്യങ്ങൾ, ചിട്ടകളും ഒട്ടകളൊക്കെ വേണമെന്ന് കൃത്യമായിട്ട് എഴുതിയിരിക്കുക. ഇനി കുർബാനയുടെ കാര്യം മറ്റു കാര്യങ്ങൾക്ക് നമ്മൾ എത്തിയിട്ടില്ല. ഈ വേഷവിധാനങ്ങളും, അതായത് ഓരോരുത്തരും പള്ളിയിൽ വരുമ്പോഴും ദേവാലയത്തിൽ വരുമ്പോൾ ഒരു ഫാഷൻ പാരഡിനെ പോലെ പോകാൻ പാടില്ല. തീർച്ചയായിട്ടും നല്ല വൃത്തിയായിട്ട് നമ്മൾ കർത്താവിനെ കാണാൻ വേണ്ടി പോകുകയാണ്. ഉത്തിതനമായ കൂടിക്കാഴ്ചയാണ് കുർബാന. തീർച്ചയായിട്ടും നമുക്ക് ഉള്ളതിൽ ഏറ്റവും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വേണം പോകാൻ. പക്ഷേ കുറേ ഭാഗങ്ങൾ എക്സ്പോസ് ചെയ്തോ മറ്റുള്ളവർക്ക് ഇടർച്ചയുണ്ടാക്കുന്ന തരത്തിലും മുതപ്പുണ്ടാക്കുന്ന തരത്തിലും വസ്ത്രധാരണം പാടില്ല. ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും പാടില്ല. കാരണം ഇത് അങ്ങനെയുള്ളൊരു ഇതിലേക്കാണ് പ്രവേശിക്കുന്നത്. അതേസമയം നമ്മളൊരു യാത്രയിലോ തീർത്ഥയാത്ര പോകുമ്പോഴോ ഒക്കെ നമ്മൾ വിചാരിച്ച തരത്തിലുള്ള എല്ലാ വേഷവിധാനങ്ങളൊന്നും ചിലപ്പോൾ കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരില്ല. അപ്പോഴും അടക്ക ഒതുക്കത്തോടു കൂടി അതിൽ പങ്കെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. വൃത്തിയായ വേഷം ധരിച്ച് അടക്കം ഒതുക്കത്തോടു കൂടി പങ്കെടുത്ത് ഈ കർമ്മങ്ങളും അനുഷ്ഠാനവിധികളും ക്രമവിധികളും എല്ലാം പാലിച്ച് അപ്പോൾ നമ്മൾ തന്നെ മറ്റൊരു ലോകത്തേക്ക് എടുക്കപ്പെടും. അതിൻ്റെ അർത്ഥമെല്ലാം മനസ്സിലാക്കി ചെയ്യുമ്പോൾ മറ്റൊരു ലോകത്തേക്ക് എടുക്കപ്പെടും. അങ്ങനെ സംഭവിക്കട്ടെ. ഉത്തിതനുമായുള്ള കൂടിക്കാഴ്ചയായിട്ട് മാറട്ടെ നമ്മുടെ ഓരോ വിശുദ്ധ കുർബാനയും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.